ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഗിരിൻ്റെ അമ്മയോട് അമ്മ എൻ്റെ പിറകെ നടക്കാണ്ട് സ്വപ്നനെ നോക്ക്, സ്വപ്ന വഴിതെറ്റി പോവുകയാണ് അങ്ങനെയൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റ പറയും, കണ്ട ഭാനുമ്മേ, അവളുടെ തലയുടെ മന്ത്രം നന്നായി ഗിരിക്ക് ഏറ്റിട്ടുണ്ട് കൊണ്ട് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാനുമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ ഭാനുമ്മ കുഞ്ഞാറ്റയോട് പറയും, അവൾക്കുള്ള പണി കൊടുക്കണം. കാരണം എൻ്റെ മകൻ എന്നോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്നേഹമൊന്നുമില്ല, അവൾക്ക് 8ൻ്റെ പണി തന്നെ കൊടുക്കണം എന്നിട്ട് പറയണം. അപ്പോൾ കുഞ്ഞാറ്റ പറയും, ഭാനുമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ, അതൊക്കെ ഞാൻ ഏറ്റുകൊണ്ട് പറയണം. എന്നിട്ട് പിന്നെ കുഞ്ഞാറ്റ അടുക്കളയ്ക്ക് പോയിട്ട് കത്തി എടുത്തിട്ട് വന്നിട്ട് അയൺ ബോക്സിൻ്റെ വയർ കട്ട് ചെയ്ത് വിടണം. കാരണം മഞ്ജു യൂണിഫോം അയൺ ചെയ്യാൻ വരും. അപ്പോൾ എന്തായാലും അവൾക്ക് ഷോക്ക് അടിക്കും പറഞ്ഞിട്ട് പറയണം. അപ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ പാവം ഒന്നും അറിയണം കൂടിയില്ല. അവൾ വന്നിട്ട് സ്വിച്ച് ഇട്ടതും അവൾക്ക് ഷോക്ക് അടിച്ച് അവൾ വീണു. അവളുടെ വീഴ്ച കണ്ടപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. ഞാൻ കാരണം അവൾ മരിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വെളിയിൽ കാണിച്ചില്ല, അവളല്ല ചെയ്തത് എന്നുള്ള രീതിയിൽ നിന്നു. അപ്പോഴേക്കും നമ്മുടെ ഗിരി വന്നു. ഗിരി വേഗം വന്നിട്ട് മഞ്ജു പറഞ്ഞിട്ട് ഒരേ വിളിയാണ്. പക്ഷേ മഞ്ജു എണീക്കുന്നില്ല, കാരണം ഷോക്ക് അടിച്ച് ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോഴേക്കും മഞ്ജുവിന് ഗിരി കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അതേ ഭാനുമ്മ വന്നു. ഭാനുമ്മ അതൊക്കെ കണ്ടപ്പോൾ ഭാനുമ്മയ്ക്ക് അറിയില്ലല്ലോ ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അത് കണ്ടത് ഭാനുമ്മയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണോ, കൃത്രിമ ശ്വാസം കൊടുത്തു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അവളോട്. അപ്പം ഭാനുമ്മ കുഞ്ഞാറ്റയോട് പറയും, നീ എന്ത് ചെയ്താലും അവർ ഒന്നാകാനുള്ള കാരണങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടണം. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാവുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.